എവ്രിവൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സെക്ഷൻ. ഞാനിവിടെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിന്റെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കറിയാം എക്സാമിന് വരുന്ന പോലെ. ആൻഡ് അതിന് 4 ഓപ്ഷൻസുമാണ് തന്നിരിക്കുന്നത്. നമ്മളിപ്പം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ്, അത് എന്തുകൊണ്ടാണ് ആ ആൻസർ എന്ന റീസണുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേം ഹെട്രോക്രോമാറ്റിൻ റെഫേഴ്സ്, അതായത് ഹെട്രോക്രോമാറ്റിൻ എന്ന ടേം എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻസ് transcribing chromatin, active chromatin, histone bound chromatin and inactive chromatin. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് വാട്ട് ഈസ് ക്രോമാറ്റിൻ, എന്താണ് ക്രോമാറ്റിൻ, എന്താണ് ക്രോമസോം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കേണ്ടത്. ആൻഡ് എന്താണ് ഹിസ്റ്റോൺ. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത്. ക്രോമസോമിന് ലോങ് ആംസ് ഉണ്ട്, ഷോർട്ട് ആം ഉണ്ട്, ഒരു സെൻട്രോമിയർ ഉണ്ട്. ഈ ഒരു പോർഷനിലാണ് സെൽ ഡിവിഷന്റെ സമയത്ത് സിസ്റ്റർ ക്രോമസോം വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് എൻഡിലായിട്ട് ടീലോമിയേഴ്സും ഉണ്ട്. അപ്പൊ ഈ ക്രോമസോമിന്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കോയിൽഡ് ആയിട്ട് കാണുന്ന ഈ ഒരു പോർഷനെയാണ് എന്ത് പറയുന്നത്, ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്രോമാറ്റിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഈ ക്രോമാറ്റിന്റെ ഉള്ളില് ഇതുപോലെ ഓരോ മോളിക്യൂൾസ് ഉണ്ട്. അതിന് റൗണ്ട് ചെയ്ത് എന്ത് പോയിട്ടുണ്ട്, DNA പോയിട്ടുണ്ട്. DNA ഹിസ്റ്റോൺ എന്ന പ്രോട്ടീൻസുമായിട്ട് റാപ്പ് ചെയ്ത് അതിങ്ങനെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് inside the chromatin. Basically chromatin is composed of what? Chromatin is composed of DNA, histone proteins, അത് ഒന്നിച്ച് നമുക്ക് ന്യൂക്ലിയോസോം എന്ന് വേണമെങ്കിൽ പറയാം. ക്രോമാറ്റിന്റെ കോമ്പോസിഷൻ അതാണ്. ഫൈൻ. ആൻഡ് ഈ ഒരു ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ആയിട്ട് മാറുന്നത്. Okay, I hope you guys got an idea about chromatin and chromosome. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ ടേം ഹെട്രോക്രോമാറ്റിൻ റെഫേഴ്സ്. അപ്പൊ ഈ ഹെട്രോക്രോമാറ്റിൻ എന്ന് പറഞ്ഞ ടേം എന്താണ്? ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് ഡെൻസ്ലി ടൈറ്റൻ ആയിട്ടുള്ള ക്രൊമാറ്റിനെയാണ് ഹെട്രോക്രൊമാറ്റിൻസ് എന്ന് പറയുന്നത്. ഹെട്രോക്രൊമാറ്റിനിൽ പാക്കേജ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ആൻഡ് അങ്ങനെ ഡെൻസ്ലി ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ എപ്പോഴും ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആയിരിക്കും. ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻസ് ആണ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ? ദ ടേം ഹെട്രോക്രോമാറ്റിൻ റെഫേഴ്സ് ടു ട്രാൻസ്ക്രൈബിംഗ് ക്രോമാറ്റിൻ അല്ല, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹെട്രോക്രോമാറ്റിൻ ഡെൻസ്ലി പാക്ഡ് ക്രോമാറ്റിൻ ആണ്. ഡെൻസ്ലി പാക്ഡ് ക്രോമാറ്റിൻസ് ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ക്രോമാറ്റിൻ. അപ്പൊ എന്താണ് ഈ ഒരു ഇനാക്റ്റീവ് ക്രോമാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ക്രോമസോമിന്റെ എൻറ്റയർ ഫംഗ്ഷന്റെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ ജീൻ സൈലൻസിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് ഈ ഹെട്രോക്രോമാറ്റിന്റെ ഫംഗ്ഷൻ. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ക്രോമാറ്റിൻ. ഹിസ്റ്റോൺ ബൗണ്ട് ക്രോമാറ്റിൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഹിസ്റ്റോൺ ബൗണ്ട് ക്രോമാറ്റിനേക്കാളും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ക്രോമാറ്റിൻ ആണ്. ഹെട്രോക്രോമാറ്റിൻ ഇനാക്റ്റീവ് ക്രോമാറ്റിൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് ക്രോമാറ്റിൻ. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ radio immunoassay, the factor that is present in limiting quantities is. അതായത് റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് പറഞ്ഞ ടെക്നിക്കില് ഏത് ഫാക്ടറാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഫാക്ടറാണ് ഏറ്റവും ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസിൽ കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ഇമ്മ്യൂണോ അസേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജൻ ആന്റിബോഡി ഡിറ്റക്ഷൻ.
ഏറ്റവും സിമ്പിൾ ഫോമിൽ പറയുവാണെങ്കിൽ ആന്റിജൻ ഓർ ആന്റിബോഡി ഡിറ്റക്ഷൻ. ആ ആന്റിജൻ ആന്റിബോഡി എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ആന്റിജൻ നമുക്കിപ്പം സീറത്തിൽ ആന്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ആന്റിബോഡിയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിജൻസ് യൂസ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇമ്മ്യൂണോ അസേസ് എന്ന് പറയുന്നത്. അപ്പൊ പല ടൈപ്പ് ഇമ്മ്യൂണോ അസേ ഉണ്ട്. റേഡിയോ ഇമ്മ്യൂണോ അസേ ഉണ്ട്, ഫ്ലൂറസെന്റ് ഇമ്മ്യൂണോ അസേ ഉണ്ട്, കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോ അസേ ഉണ്ട്, ഇലക്ട്രോ കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോ അസേ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സോ ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ് റേഡിയോ ഇമ്മ്യൂണോ അസേ അല്ലെങ്കിൽ റിയ. സോ ഈ ഒരു റിയ എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ പേഷ്യന്റ് സീറത്തിലെ ആന്റിജനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു ഇൻഫെക്ഷൻ ഏതൊരു ഡിസീസിന്റെ കേസിലാണെങ്കിലോ ആ കറസ്പോണ്ടിങ് ആന്റിജനെയാണ് നമ്മൾ ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് പറയുമ്പോൾ റേഡിയോ ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതേസമയം ഫ്ലൂറസെന്റ് ഇമ്മ്യൂണോ അസേലോ നമ്മൾ ഫ്ലൂറസെൻസ് എമിറ്റിംഗ് ഫ്ലൂറസെൻസ് നമ്മൾ ചെക്ക് ചെയ്യും. കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോ അസേലോ എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, ആ റിയാക്ഷൻ നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് നമ്മൾ മെഷർ ചെയ്യും. സോ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് റേഡിയോ ആക്ടിവിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. സോ ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന വെല്ല് അല്ലെങ്കിൽ സാമ്പിൾ പ്ലേറ്റില് ആന്റിബോഡി മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രീ കോട്ടഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓൾറെഡി ആന്റിബോഡീസ് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആന്റിജൻസിനെ ആഡ് ചെയ്യും. സോ റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആന്റിജൻസിനെ ആഡ് ചെയ്യുമ്പം ഈ ആന്റിജൻസ് ഈ ആന്റിബോഡീസിലെല്ലാം വന്ന് ബൈൻഡ് ചെയ്യും. ക്ലിയർ? ബിക്കോസ് ഈ ആന്റിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും നമ്മൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ഒരു ടൈമിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 100% ആയിരിക്കും. ബിക്കോസ് എത്രത്തോളം ആന്റിബോഡീസ് അവിടെ ഉണ്ടോ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ആന്റിജൻസ് വന്ന് അവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് റേഡിയോ ആക്റ്റീവ് ലേബിൾഡ്. സോ ഇവിടുത്തെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുക? അതിനുശേഷം നമ്മൾ എന്താണ് അൺബൗണ്ട് ആയിട്ടുള്ളതെല്ലാം നമ്മൾ വാഷ് ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിലേക്ക് പേഷ്യന്റ് സീറം ആഡ് ചെയ്യും. സോ ഇപ്പൊ പേഷ്യന്റ് സീറം, ആ ഒരു സീറം ഇൻഫെക്റ്റഡ് ആണ് എങ്കിൽ അതിൽ എന്തുണ്ട്? ആന്റിജൻസ് ഉണ്ട്. സോ ആ ആന്റിജൻസിനെയാണ് നമ്മൾ അൺലേബിൾഡ് ആന്റിജൻസ് എന്ന് പറയുന്നത്. സോ ഈ അൺലേബിൾഡ് ആന്റിജൻ പേഷ്യന്റ് സീറത്തിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് ഇൻഫെക്റ്റഡ് ആണ് എങ്കിൽ അയാളുടെ സീറത്തില് ഈ ആന്റിജൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ആന്റിജൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ആന്റിജൻസ് വന്ന് നമ്മുടെ റേഡിയോ ലേബിൾഡ് ആന്റിജൻസിനെ റീപ്ലേസ് ചെയ്ത് ആന്റിബോഡിയിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ അൺലേബിൾഡ് ആന്റിജൻ ഡിസ്പ്ലേസസ് ദ റേഡിയോ ആക്റ്റീവ് ആന്റിജൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ സൊല്യൂഷൻസിന്റെ സൂപ്പർനൈറ്റിൻ സൊല്യൂഷൻ നമ്മൾ അതിന് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യും. സോ ഇവിടെ അതിനുശേഷം നമ്മൾ പ്രസിപ്പിറ്റേറ്റിന്റെയും റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യും. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വന്ന് ആന്റിജൻസ് അൺലേബിൾഡ് ആന്റിജൻസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയ റേഡിയോ ആക്ടിവിറ്റിനെക്കാളും ചേഞ്ച് വന്നിട്ടുണ്ടാവും രണ്ടാമത്തെ റേഡിയോ ആക്ടിവിറ്റി. സോ ആ ചേഞ്ച് എത്രയുണ്ട് എന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ദ ആന്റിജൻ പ്രസന്റ് ഇൻ സീറം. ഓക്കെ, അതായത് നമ്മൾക്ക് പേഷ്യന്റ് സീറം ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ആക്ടിവിറ്റിയും പേഷ്യന്റ് സീറം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആക്ടിവിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ചേഞ്ചസ് വന്നു അത്രത്തോളം ചേഞ്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ആന്റിജൻ ഇൻ പേഷ്യന്റ് സീറം. അതാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി റേഡിയോ ഇമ്മ്യൂണോ അസേയിൽ നമുക്ക് എന്തൊക്കെ വേണം? ആന്റിബോഡി വേണം, അൺലേബിൾഡ് ആന്റിജൻ വേണം, ലേബിൾഡ് ആന്റിജൻസും വേണം. ഇതെല്ലാം നമുക്ക് വേണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഫാക്ടേഴ്സിൽ ഏറ്റവും ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പം നമുക്ക് ലേബിൾഡ് ആന്റിജൻ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ആന്റിജൻ റിയയിൽ എക്സസ് ആയിട്ട് വേണ്ടതാണ്. സോ പിന്നെ എന്താ ബാക്കിയുള്ളത്?
ആന്റിബോഡി. സോ ആന്റിബോഡീസ് ആണ് ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസിലുള്ളത്. കാരണം ആന്റിബോഡി, മോണോക്ലോണൽ ആന്റിബോഡീസ് എപ്പോഴും ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റിയ ടെക്നിക്കിന്റെ സെൻസിറ്റിവിറ്റി കൂടുതൽ കിട്ടുക. സോ ഹിയർ ദ ആൻസർ ഇസ് ആന്റിബോഡി. ഓപ്ഷൻ സി, ആന്റിബോഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പാസ് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോഫോറസിസ് ഓർ ദ ഡിറ്റക്ഷൻ ഓഫ്. പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക് ആസിഡ് സ്കിഫ് സ്റ്റെയിൻ അല്ലെങ്കിൽ പെറയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്നും പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. സോ പീരിയോഡിക് ആസിഡ് സ്കിഫ് സ്റ്റെയിൻ. സോ ഈ പാസ് സ്റ്റെയിൻ എന്തിനാണ് ഈ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്? ഇതൊരു ഹിസ്റ്റോകെമിക്കൽ സ്റ്റെയിൻ ആണ് അല്ലെ? ഇതൊരു ഹിസ്റ്റോളജിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. സെൽസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റെയിൻ എല്ലാ പാർട്ടിക്കിൾസിനെയും സ്റ്റെയിൻ ചെയ്യാറില്ല. അതായത് ഈ പാസ് സ്റ്റെയിൻ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു സ്ലൈഡ് പാസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ മജന്ത കളറിലുള്ള കളർ കാണാൻ വേണ്ടി പറ്റും, കളറിലുള്ള സെൽസ് കാണാൻ വേണ്ടി പറ്റും. സോ ഈ പാസ് സ്റ്റെയിൻ ബേസിക്കലി ഇത് എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാസ് സ്റ്റെയിൻ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ഷൻ, എക്സാമ്പിൾ ഗ്ലൈക്കോജൻ, മ്യൂസിൻ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെല്ലില് കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ഷൻ ആണ് നോക്കുന്നത്. സോ മെയിൻ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസിന്റെ കേസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് പാസ് സ്റ്റെയിൻ. സോ ഇവിടെ അപ്പം ഓപ്ഷൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് DNA തന്നിട്ടുണ്ട്, RNA തന്നിട്ടുണ്ട്, ഗ്ലൈക്കോപ്രോട്ടീൻ തന്നിട്ടുണ്ട്, ലൈബോപ്രോട്ടീൻ തന്നിട്ടുണ്ട്. DNA, RNA ഒന്നും പാസ് സ്റ്റെയിൻ ടേക്കപ്പ് ചെയ്യില്ല. ഇനി കമ്മിങ് ടു ലൈപ്പോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. ലൈപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ, ലൈപ്പോപ്രോട്ടീൻസ് അല്ലേ? നമ്മൾ ലൈപ്പോപ്രോട്ടീൻസ് പഠിച്ചിട്ടുണ്ട്, HDL, LDL, VLDL ഒക്കെ. പക്ഷെ അതൊരു കാർബോഹൈഡ്രേറ്റ് ആണോ? അല്ല, ഇറ്റ്സ് എ ലിപ്പിഡ്, ഇറ്റ്സ് എ ലൈപ്പോപ്രോട്ടീൻ. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് ബാക്കിയുള്ളത്? ഗ്ലൈക്കോപ്രോട്ടീൻ. വാട്ട് ഈസ് ഗ്ലൈക്കോപ്രോട്ടീൻ? Carbohydrate plus protein. So pass stain is used for the detection of glycoprotein because pass stain എപ്പോഴും സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ഗ്ലൈക്കോജൻ, മ്യൂസിൻ. സോ കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ഷൻ ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻ. Coming to next question, stains used for the treatment of hypercholesterolemia exhibit. അതായത് ഹൈപ്പർ കൊളസ്ട്രോളീമിയ. എന്താണ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ? ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിന്റെ ലെവല് കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ. ഈ ഹൈപ്പർ കൊളസ്ട്രോളീമിയ വരുമ്പോഴുള്ള എന്താണ് അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്കറിയാം അല്ലെ? ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് പല ഓർഗൻസിലേക്കും എഫക്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് അതെറോസ്ക്ലീറോസിസിലേക്ക് പോവാം. അതെറോസ്ക്ലീറോസിസ് നമ്മുടെ കൊറോണറി ആർട്ടറീസിലാണ് എങ്കിൽ മയോകാർഡിയൽ ഇൻഫെക്ഷനിലേക്കും മാറാം, ഹാർട്ട് അറ്റാക്ക്, അങ്ങനത്തെ കാർഡിയാക് ഡിസീസസിലേക്കും മാറാം. സോ അത് ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് സീരിയസ് ഡിസീസ് കണ്ടീഷൻ. സോ ഹൈപ്പർ കൊളസ്ട്രോളീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസിനെയാണ് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിൻസ്, STINS, സ്റ്റാറ്റിൻസ്. സോ സ്റ്റാറ്റിൻസ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് ആണ് സ്റ്റാറ്റിൻസ്. അപ്പോൾ ഈ സ്റ്റാറ്റിൻസ് എങ്ങനെയാണ് ഈ ഒരു ഹൈപ്പർ കൊളസ്ട്രോളീമിയ ട്രീറ്റ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് എൻസൈം ഇൻഹിബിഷനിലൂടെയാണ് ഈ സ്റ്റാറ്റിൻ സ്റ്റെയിൻ അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നത്. സോ എൻസൈം ഇൻഹിബിഷൻ അത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസിലും എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് കുറച്ച് എൻസൈം ഇൻഹിബിഷൻസ് ആണ് തന്നിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ ഇൻഹിബിഷൻ, എന്താണ് ഈ എൻസൈം ഇൻഹിബിഷൻസ് നമുക്ക് അറിയണം. സോ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി
ഒരു ഇൻഹിബിറ്ററി മോളിക്യൂൾ യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പൊ പല ടൈപ്പ് ഓഫ് എൻസൈം ഇൻഹിബിഷൻസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, സൂയിസൈഡ് ഇൻഹിബിഷൻ, അങ്ങനെ പല ടൈപ്പ് ഇൻഹിബിഷൻസും ഉണ്ട്. സോ എന്താണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ? സോ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ എൻസൈം എപ്പോഴും സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്തത്, നമുക്കതറിയാം. അപ്പൊ ഈ എൻസൈം ബൈൻഡ് ചെയ്യാൻ പോകുന്ന സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി മോളിക്യൂൾസും സിമിലർ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ സ്ട്രക്ചർ, ഷേപ്പ് എല്ലാം സിമിലർ ആയിരിക്കും. സോ അങ്ങനെ സിമിലർ ആയിട്ടുള്ള സബ്സ്ട്രേറ്റും സിമിലർ ആയിട്ടുള്ള ഇൻഹിബിറ്ററി മോളിക്യൂൾസും വന്ന് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ്, നമുക്കറിയാം സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് ആക്റ്റീവ് സൈറ്റ്. സോ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് പരസ്പരം കോമ്പീറ്റ് ചെയ്യും. സോ അങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഇൻഹിബിഷനെയാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? ഓക്കെ, സോ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ എന്ത് പറ്റും? ഇപ്പം ഇതൊരു എൻസൈം ആണ്. ഓക്കെ, ഇവിടെ സബ്സ്ട്രേറ്റ് ഉണ്ട്, ഇപ്പുറത്ത് ഇൻഹിബിറ്ററി മോളിക്യൂൾസും ഉണ്ട്. അപ്പൊ ഈ സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററി മോളിക്യൂൾസും സിമിലർ ഷേപ്പോ സിമിലർ ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഈ ഇൻഹിബിറ്ററി മോളിക്യൂൾ ഒരിക്കലും ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യാൻ കോമ്പീറ്റ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇൻഹിബിറ്ററി മോളിക്യൂൾസ് എൻസൈംസിന്റെ മറ്റേതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ആക്റ്റീവ് സൈറ്റിന്, എൻസൈംസിന്റെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യേണ്ട ആക്റ്റീവ് സൈറ്റ്സിന് ചേഞ്ചസ് ഉണ്ടാവും. സോ ഈ ആക്റ്റീവ് സൈറ്റിന് ചേഞ്ച് വരും, അപ്പോൾ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന ഇൻഹിബിഷനെയാണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോൺ കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ല, പക്ഷേ എന്താണ്, എൻസൈം സബ്സ്ട്രേറ്റിന്റെ ബൈൻഡിങ് അവിടെ നടക്കുന്നുമില്ല. സോ അത് നടക്കാതിരിക്കാൻ കാരണം എന്താണ്? ഇൻഹിബിറ്ററി മോളിക്യൂൾ മറ്റൊരു സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. പക്ഷേ അപ്പൊ ഇങ്ങനെ ഒരു ബൈൻഡിങ് ഇവിടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് സൈറ്റിന് ചേഞ്ചസ് വരും, സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. കമ്മിങ് ടു അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എൻസൈമിനെ എലോൺ അല്ല ഈ ഇൻഹിബിറ്ററി മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്നത്. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെയാണ് ഇൻഹിബിറ്ററി മോളിക്യൂൾസ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ ഇൻഹിബിറ്ററി മോളിക്യൂൾ ബൈൻഡ് ചെയ്ത് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. ഈ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇതാണ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്തൊക്കെയാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ? അവിടെ സബ്സ്ട്രേറ്റും നമ്മുടെ ഇൻഹിബിറ്ററി മോളിക്യൂൾസും സെയിം ആയിരിക്കും. സെയിം എന്ന് വെച്ചാൽ അവര് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ സമയത്ത് എന്ത് പറ്റും? ഇൻഹിബിറ്ററി മോളിക്യൂൾ എൻസൈമിന്റെ ഒരു സൈറ്റിൽ ബൈൻഡ് ചെയ്യും. ആ ഒരു ബൈൻഡിങ് നടക്കുമ്പോൾ ആക്റ്റീവ് സൈറ്റിന് ചേഞ്ചസ് വരും, സബ്സ്ട്രേറ്റിന് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പം എന്താണ്? എൻസൈമിനെ എലോൺ അല്ല ബൈൻഡ് ചെയ്യുന്നത്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലക്സിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും. സോ അങ്ങനെ ആ കോംപ്ലക്സിനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ആവും. അപ്പം ഇവിടെ കമ്മിങ് ടു ആർ ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻസ് യൂസ്ഡ് ഫോർ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഇതിൽ ഏത് ഇൻഹിബിഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റാറ്റിൻസ് ആണ്. ഞാൻ പറഞ്ഞു സ്റ്റാറ്റിൻസ് ആണ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ്. അപ്പൊ സ്റ്റാറ്റിൻസ് മെയിൻ ആയിട്ടും കൊളസ്ട്രോൾ സിന്തസിസിന്റെ ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പാണ് HMG കോയെ റിഡക്ടേസ് എന്ന എൻസൈമിന്റെ സ്റ്റെപ്പ്. HMG കോയെ. ഓക്കെ,
HMG കോയെ HMG കോയെ റിഡക്ടേസ് എന്ന എൻസൈമിന്റെ സ്റ്റെപ്പ് റിയാക്ഷൻ, അതാണ് മെവലനേറ്റ് എന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പാണ് കൊളസ്ട്രോൾ സിന്തസിസിന്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പൊ ഈ സ്റ്റാർട്ടിൻസ് എന്ന് പറയുന്ന സ്റ്റെയിൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ HMG കോയെ റിഡക്ടേഴ്സ് എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്റ്റാർട്ടിൻസ് സബ്സ്ട്രേറ്റ് എൻസൈമിന്റെ സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യും, ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുകയും അങ്ങനെ അത് ഈ എൻസൈമിനെ പർട്ടിക്കുലർ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇവിടെ ആൻസർ വരുന്നത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ കാരണം സ്റ്റാർട്ടിൻസ് HMG കോയെ റിഡക്ടേഴ്സിന്റെ സബ്സ്ട്രേറ്റുമായിട്ട് ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ചെയ്യും. കോമ്പീറ്റ് ചെയ്തിട്ടാണ് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നത്, എന്നിട്ടാണ് എൻസൈമിന് ഇൻഹിബിഷൻ കൊടുക്കുന്നത്. സോ ആൻസർ ഇസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ when blood sample has to be collected simultaneously for glucose and urea analysis, the preferred anticoagulant is. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേഷ്യന്റ് സാമ്പിൾ കളക്ട് ചെയ്യണം, പക്ഷെ നമുക്ക് ഗ്ലൂക്കോസും വേണം യൂറിയയും വേണം. അപ്പൊ ഈ രണ്ടും നമുക്ക് ഒരു സാമ്പിൾ വേണമെങ്കിൽ ഏത് ആന്റികോയാഗുലന്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത്. സോ പല ടൈപ്പ് ആന്റി കൊയാഗുലൻസ് ഉണ്ട്. അപ്പൊ ഓരോ ആന്റി കൊയാഗുലൻസും നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് ടെസ്റ്റ് ആണോ ആവശ്യമുള്ളത് അതിന് അനുസരിച്ചായിരിക്കും നമ്മൾ ആന്റി കൊയാഗുലൻസിനെ ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താണ് നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് അനാലിസിസ് ആണ് വേണ്ടത്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് വേണ്ടത്. അപ്പൊ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമുക്ക് എന്താണ് വേണ്ടത്? സെല്ല് RBC WBC സെൽസ് പ്രോപ്പർ അതിന്റെ ആക്ച്വൽ ഷേപ്പിലും സൈസിലും അതിന് ഇന്റഗ്രിറ്റിക്ക് യാതൊരു വ്യത്യാസം വരാതെ നമുക്ക് സെൽസിനെ പ്രിസർവ് ആയിട്ട് കിട്ടണം. അപ്പൊ സെൽസിനെ പ്രിസർവ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ പ്രോപ്പർട്ടി ഉള്ള ആന്റികോയാഗുലന്റ് വേണം യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ EDTA പ്രിഫർ ചെയ്യുന്നത്, എത്തിലീൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ്. അതേസമയം നമുക്ക് ഇപ്പം ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ, ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ EDTA ചെയ്യാറില്ല. നമുക്ക് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൈക്കോലൈസിസ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആന്റികോയാഗുലന്റ് വേണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് അവിടെ വെച്ചാൽ RBCയുടെ ഉള്ളിൽ ഗ്ലൈക്കോലൈസിസ് നടന്ന് ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ഫോൾസ്ലി ഡിക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫിനോമിന പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആന്റികോയാഗുലന്റ് വേണം നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ സോഡിയം ഫ്ലൂറൈഡ് ഗ്ലൂക്കോസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റിനും ഇപ്പൊ ഗ്ലൈക്കോ HB നമുക്ക് അഗെയിൻ സെല്ല് പ്രിസർവ് ആയിട്ട് വേണം. ഇപ്പം HPLC മെത്തേഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇമ്യൂണോടെർബിഡോമെട്രിയിലാണെങ്കിലോ ഒക്കെ നമുക്ക് അവിടെ സെല്ല് പ്രിസർവ് ആവണം. കാരണം അതിനുള്ളിലെ ഹീമോഗ്ലോബിനെ നമുക്ക് കിട്ടണം. ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ അവിടെ സെൽസ് പ്രിസർവ് ചെയ്യുന്ന ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യും, എക്സാമ്പിൾ EDTA പോലുള്ള. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഗ്ലൂക്കോസും വേണം യൂറിയയും വേണം. അങ്ങനെ വരുമ്പോൾ ഗ്ലൂക്കോസിനെ ഇന്റർഫിയർ ചെയ്യാത്ത, അതുപോലെ തന്നെ യൂറിയ അനാലിസിസിനും ഇന്റർഫിയർ ചെയ്യാത്ത ഒരു ആന്റികോയാഗുലന്റ് ആണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സോഡിയം ഫ്ലൂറൈഡ്, EDTA, അയഡോ അസറ്റേറ്റ് സിട്രേറ്റ്. സോ സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് ആണ്. ഇത് നമ്മൾ ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഈ കോമ്പോണന്റ് ആണ്. കാരണം ഫ്ലൂറൈഡ് ഗ്ലൈക്കോലൈസിസിനെ പ്രിവെന്റ് ചെയ്യും. എങ്ങനെയാണ് ഫ്ലൂറൈഡ് ഗ്ലൈക്കോലൈസിസിനെ പ്രിവെന്റ് ചെയ്യുന്നത്? എനോലേസ് എൻസൈമിന്റെ റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും ഫ്ലൂറൈഡ്. അങ്ങനെ എന്താണ് ആ RBCയുടെ ഉള്ളിൽ ഗ്ലൈക്കോലൈസിസ് നടക്കില്ല. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷനിൽ യാതൊരു ഫ്ലക്ച്വേഷനും ഉണ്ടാവില്ല. നമുക്ക് എത്രയാണോ ഉള്ളത് അത് അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് EDTA. നമുക്കറിയാം EDTA എത്തിലീൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. EDTA നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹെമറ്റോളജിക്കൽ പാരാമീറ്റേഴ്സിന് വേണ്ടി യൂസ് ചെയ്യും.
സിട്രേറ്റ് എന്താണ് നമ്മൾ ESR എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ സിട്രേറ്റ് യൂസ് ചെയ്യും. അയഡോ അസിറ്റേറ്റ് അയഡോഅസിറ്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സോഡിയം ഫ്ലൂറൈഡിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അയഡോഅസിറ്റേറ്റ്. സോ അയഡോഅസിറ്റേറ്റ് നമുക്ക് ഈ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂറിയയുടെ ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻസൈമാറ്റിക് മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഏത് എൻസൈമാണ് യൂസ് ചെയ്യുന്നത് യൂറിയ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്? യൂറിയേസ്. ഓക്കെ, യൂറിയേസ് എൻസൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂറിയേസ് എൻസൈം യൂസ് ചെയ്യുമ്പോൾ ഈ യൂറിയേസ് എൻസൈം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യൂറിയേസ് എൻസൈം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ യൂറിയ എസ്റ്റിമേഷനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ഈ അയഡോ അസറ്റേറ്റ് എന്ന് പറയുന്ന ഈ കമ്പോണന്റ് ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ യൂറിയേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അയഡോഅസറ്റേറ്റ് യൂറിയസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അയഡോഅസറ്റേറ്റ് യൂസ് ചെയ്യത്തില്ല. സോ ആൻസർ ഇസ് സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡ് ആണ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഗ്ലൂക്കോസിനും യൂറിയ അനാലിസിസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ആന്റികോയാഗുലന്റ്. Okay, so next question, coming to next question, plasma trapping is seen during the estimation of. അപ്പോൾ പ്ലാസ്മ ട്രാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അനലിറ്റിക്കൽ എറർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ പ്രീ അനലിറ്റിക്കൽ ഫേസിൽ വരുന്ന ഒരു എറർ ആണ് പ്ലാസ്മ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് പ്ലാസ്മ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ പ്ലാസ്മയിൽ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ? സോ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, അങ്ങനെ പ്ലാസ്മ പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. അപ്പൊ ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില സബ്സ്റ്റൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. അതൊരു ഇപ്പം ഡ്രഗ്സുമായിട്ട് ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് അനലൈറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്യാം. അതായത് ഗ്ലൂക്കോസ്, ലാക്ടേറ്റ്, അങ്ങനെ അനലൈറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്യാം. സോ അങ്ങനെ ഒരു ബൈൻഡിങ് നടക്കും. അങ്ങനെ ഒരു ബൈൻഡിങ് നടക്കുമ്പോഴത്തേന് എന്ത് പറ്റുന്ന വെച്ചാൽ ഈ RBCയുടെ ഇടയ്ക്ക് പ്ലാസ്മ ട്രാപ്പ് ആവും. സോ അങ്ങനെ വരുന്ന കണ്ടീഷനെയാണ് പ്ലാസ്മ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാസ്മ പ്രോട്ടീൻസ് ചില സബ്സ്റ്റൻസുമായിട്ട് ബൗണ്ട് ആവും. അതിനെയാണ് നമ്മൾ പ്ലാസ്മ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ട്രാപ്പിംഗ് ഈസ് സീൻ ഡ്യൂറിങ് ദ എസ്റ്റിമേഷൻ ഓഫ്. ഈ ഒരു പോർഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഡ്യൂറിങ് ദ എസ്റ്റിമേഷൻ ഓഫ്, ഇതിലെ ഏത് ടെസ്റ്റിന്റെ എസ്റ്റിമേഷന്റെ സമയത്താണ് പ്ലാസ്മ ട്രാപ്പിങ്ങിന് ചാൻസസ് കൂടുതൽ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ESR എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്മ ട്രാപ്പിംഗ് വരാം. പ്ലാസ്മ ട്രാപ്പിംഗ് വന്നാൽ ESRന്റെ വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ആവും. അത് ഹൈലി എലിവേറ്റ് ചെയ്യാനുള്ള ചാൻസസ്, എലിവേറ്റ് ചെയ്യാനുള്ള ESRന്റെ വാല്യൂസ് ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. ഓക്കെ, ഹീമോഗ്ലോബിന്റെ കേസിൽ പ്ലാസ്മ ട്രാപ്പിംഗ് അത്രയ്ക്കും എഫക്റ്റ് വരില്ല. പക്ഷെ എന്നാലും എന്താണ്, ചെറിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ നടത്താം. ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിലും പ്ലാസ്മ ട്രാപ്പിംഗ് എന്താണ്, പ്ലാസ്മ ട്രാപ്പിംഗിന്റെ ഇന്റർഫിയറൻസ് വരാം. അപ്പം പക്ഷെ ഇതിൽ നമ്മൾ ഈ 4 ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഡ്യൂറിങ് ദ എസ്റ്റിമേഷൻ പ്ലാസ്മ ട്രാപ്പിംഗ് വരാൻ ചാൻസസ് കൂടുതൽ ഹെമറ്റോക്രിറ്റ് ആണ്. അതിന്റെ കാരണവും ഞാൻ പറയാം. പ്ലാസ്മ ട്രാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്ലാസ്മ പ്രോട്ടീൻസ് അനലൈറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ അത് എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത്? അത് ബൈൻഡ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞത് 3 ഇന്ററാക്ഷൻസ് ആണ് മെയിൻ ആയിട്ടും ഈ പ്ലാസ്മ ട്രാപ്പിങ്ങിന് കാരണമാവുന്നത്. ബേസിക്കലി 3 ഇന്ററാക്ഷൻസ്. ആ 3 ഇന്ററാക്ഷൻസ് ആണ്, ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ, വാണ്ടർവാൾസ് ഫോഴ്സ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ചില പ്ലാസ്മ പ്രോട്ടീൻ, ഉദാഹരണം ആൽബുമിന് നെഗറ്റീവ് ചാർജ് ആണ്. സോ അപ്പോൾ ഇതൊരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് പോളാർ, നോൺ പോളാർ സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ വാണ്ടർവാൾസ് ഫോഴ്സ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇതിന് കാരണം വരുന്നത്. അപ്പോ പിന്നെ ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസസിൽ ഒരു കാരണം എന്ന് പറയുന്നത് സെൻട്രിഫിക്കേഷൻ ആണ്.
സെൻട്രിഫ്യൂഗേഷൻ ഒപ്റ്റിമൽ അല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലാസ്മ ട്രാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ RBCസിന്റെ ഇടയ്ക്ക് ഈ പ്ലാസ്മാസ് ട്രാപ്പ് ആവും. അപ്പൊ ഒരു ചെറിയ എമൗണ്ട് വന്നെങ്കിൽ തന്നെ എന്ത് പറ്റും, ഈ PCV ഹെമറ്റോക്രിറ്റിന്റെ വാല്യൂസിന് മാറ്റം വരും. ഹെമറ്റോക്രിറ്റിന്റെ വാല്യൂസ് എലിവേറ്റ് ചെയ്ത് കാണിക്കും. കാരണം PCVയുടെ കേസിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന കേസിൽ എന്താണ്, ഈ പ്ലാസ്മ ട്രാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ മൈന്യൂട്ട് ട്രാപ്പിംഗ് ആണെങ്കിൽ കൂടെ RBCയുടെ ലെവല് എലിവേറ്റ് ചെയ്ത് കാണിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഹെമറ്റോക്രിറ്റ് ആണ്. ഈ 4 ഓപ്ഷനിലും പ്ലാസ്മ ട്രാപ്പിങ്ങിന് കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുള്ളത് ഹെമറ്റോക്രിറ്റ് ആണ്. സോ അതിന് കാരണം സെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പും കൂടെ വരുമ്പോൾ സെൻട്രിഫിക്കേഷൻ ഒപ്റ്റിമം അല്ല എങ്കിൽ. ഇൻ അതർ വേർഡ്സിൽ ബാക്കി എല്ലാ ഈ ടെസ്റ്റുകൾക്കും ഈ ട്രാപ്പിംഗ് എന്താണ് ഇന്റർഫിയർ ചെയ്യും. ട്രാപ്പിംഗ് വന്നെങ്കിൽ ഈ ടെസ്റ്റുകളുടെ റിസൾട്ടിനെ എല്ലാം അത് ബാധിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഡ്യൂറിംഗ് ദ എസ്റ്റിമേഷൻ പ്ലാസ്മ ട്രാപ്പിംഗ് കാണാൻ ചാൻസസ് കൂടുതൽ ഹെമറ്റോക്രിറ്റിനാണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈറ്റ് സ്കാറ്റർ ആൻഡ് ഇംപിഡൻസ് കൗണ്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ്. ലൈറ്റ് സ്കാറ്ററിങ്ങും ഇംപിഡൻസ് കൗണ്ടും ഈ 4 ഓപ്ഷനിൽ ഏത് ടെക്നിക്കിന്റെയാണ് പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇമ്യൂണോഹിസ്റ്റോകെമിസ്ട്രി, ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഫ്ലോ സൈറ്റോമെട്രി. സോ അപ്പം ഇതില് ഏതിന്റെ ആണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇമ്യൂണോഹിസ്റ്റോകെമിസ്ട്രി, ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഈ 3ലും നമുക്ക് ലൈറ്റ് സ്കാറ്ററിങ്ങിന്റെ ഒരു സ്റ്റെപ്സ് വരുന്നില്ല. ഇമ്യൂണോഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആന്റിജൻ ആന്റിബോഡി ലേബിൾഡ് ആന്റിബോഡീസ് ആഡ് ചെയ്യുന്നു, നമുക്ക് റിയാക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. എങ്ങനെ? ഫ്ലൂറസെന്റ് എമിഷൻ വെച്ചിട്ടോ മറ്റോ റിയാക്ഷൻ മെഷർ ചെയ്യുന്നു. ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ഫ്ലൂറസെന്റ് ലേബിൾഡ് പ്രോബ് യൂസ് ചെയ്യും, DNA പ്രോബ് യൂസ് ചെയ്യും, അവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കും. അങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് പോകുന്നത്. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? PCR എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ DNA നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം, അതിലേക്ക് നമ്മൾ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, അഗെയിൻ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു. ഇവിടെ ഒന്നും ഒരു ലൈറ്റ് സ്കാറ്ററിംഗ് ഇംപിഡൻസിന്റെ ഒരു കാര്യം വരുന്നേ ഇല്ല. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? ഫ്ലോ സൈറ്റോമെട്രി. ആൻസർ എന്ന് പറയുന്നത് ഫ്ലോ സൈറ്റോമെട്രി ആണ്. അതിന് കാരണം എന്താണ് ഫ്ലോ സൈറ്റോമെട്രിയിൽ ചെയ്യുന്നത്? നമ്മൾ സെൽസ് നമ്മൾ എന്താണ് മെഷർ ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ സൈറ്റോമെട്രിയിൽ നമ്മൾ സെൽസ് ഫ്ലൂറസെന്റ് ഡൈയുമായിട്ടൊക്കെ നമ്മൾ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു സസ്പെൻഷൻ നമ്മൾ സൈറ്റോമീറ്ററിലേക്ക് ഇൻജക്ട് ചെയ്യും. സോ സൈറ്റോമീറ്ററിലേക്ക് ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്ത് പറ്റും? അതിനുള്ളിൽ ഇങ്ങനെ ലേസർ, സിംഗിൾ ബീങ് അല്ലെങ്കിൽ ഡബിൾ ബീങ് ലേസർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ലൈറ്റ് സെൽസിന് വന്ന് ടച്ച് ചെയ്ത് കുറച്ച് ലൈറ്റ് അത് സ്കാറ്റർ ചെയ്യും. സോ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് എപ്പോഴും നമുക്ക് സെല്ലിന്റെ സൈസ് ആണ് മെഷർ ചെയ്യുന്നത്. സോ ലൈറ്റ് സ്കാറ്ററിങ്ങിലൂടെ നമുക്ക് സൈസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ സൈസ് ആണ് ലൈറ്റ് സ്കാറ്ററിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇംപിഡൻസ് കൗണ്ടിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ സെല്ലിന്റെ കൗണ്ട് ആണ്. ഓക്കെ, സെല്ലിന്റെ കൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫ്ലോ സൈറ്റോമെട്രിയിലാണ്. സെല്ലിന്റെ കൗണ്ടും സെല്ലിന്റെ സൈസും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യും. സോ ആൻസർ എന്ന് പറയുന്നത് ഫ്ലോ സൈറ്റോമെട്രി. ലൈറ്റ് സ്കാറ്ററിംഗ് ആൻഡ് ഇംപിഡൻസ് കൗണ്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോ സൈറ്റോമെട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Heparin is used in the estimation of. Heparin is used in the estimation of blood group, ESR, hematocrit and osmotic fragility. The answer osmotic fragility ആണ്. Osmotic fragility നമ്മൾ hereditary spherocytosis എന്ന് പറയുന്ന ഡിസീസിന്റെ കണ്ടീഷൻ. RBCs സ്ഫീറോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. അതിൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി ചേഞ്ച് ആവുന്നത് കൊണ്ട്. അപ്പൊ സ്ഫീറോസൈറ്റ്സ് റൗണ്ട് ആകുമ്പം എത്രയാണ്? ഹീമോളൈസിസിന് പ്രോൺ ആണ് അങ്ങനത്തെ RBC. സോ ഈ ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ് ചെക്ക്
ചെയ്യുന്നത് ഹെറിഡിറ്ററി സ്ഫിറോസൈറ്റോസിന്റെ ഡയഗ്നോസിസിന്റെ കേസിലാണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഹെപ്പാരിൻ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേസമയം ബ്ലഡ് ഗ്രൂപ്പ് ESR ഹെമറ്റോക്രിറ്റിന് നമ്മൾ ഹെപ്പാരിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്ലഡ് ഗ്രൂപ്പിന് നമുക്ക് EDTA ട്യൂബ്സ് യൂസ് ചെയ്യാം. ESRന് സിട്രേറ്റ് ട്യൂബ്സ് ആണ്. ഹെമറ്റോക്രിറ്റിനും അതുപോലെ തന്നെ EDTA ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹെപ്പാരിൻ കൂടുതലും സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ ആണ്. സോ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കാബോട്രിങ് ഉണ്ട്, ഡോൾ ബോഡി ഉണ്ട്, ഹെയ്ൻസ് ബോഡീസ് ഉണ്ട്, പാപ്പൻഹീമ ബോഡീസും ഉണ്ട്. അപ്പോ ബേസിക്കലി ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് ഈ ഒരു ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ. സോ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ അബ്നോർമൽ സ്ട്രക്ചർ ദാറ്റ് ഫോംസ് വിത്തിൻ ദ സെല്ലാണ്. ഇപ്പം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഫോം ചെയ്യാം ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡി, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ ഫോം ചെയ്യാം സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡി. അങ്ങനെ അബ്നോർമൽ സ്ട്രക്ചർ സെൽസിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ പല ഡിസീസസിന്റെ കേസസിൽ, ഇൻഫെക്ഷന്റെ കേസസിൽ ഇങ്ങനത്തെ ഇൻക്ലൂഷൻ ബോഡീസ് പ്രസന്റ് ആണ്. ഇതിപ്പോ കുറച്ച് RBC ഇൻക്ലൂഷൻ ബോഡീസിന്റെ എക്സാമ്പിൾസ് ആണ്. അതിലൊന്നാണ് ഹവൽ ജോലി ബോഡി. ഹവൽ ജോലി ബോഡീസ് കൂടുതലും സിവിയർ ഹീമോലൈറ്റിക് അനീമിയയുടെ കേസിൽ, അതൊരു DNA ഇൻക്ലൂഷൻ ബോഡിയാണ് ഹവൽ ജോലി ബോഡീസ് എന്ന് പറഞ്ഞാൽ. അത് ഹൈപ്പോസ്പ്ലെനിസം, ഏസ്പ്ലെനിസം, സിവിയർ ഹീമോലൈറ്റിക് അനീമിയ, ഈ കണ്ടീഷൻസിലാണ് ഹവൽ ജോലി ബോഡീസ് കാണുന്നത്. ഇതൊരു RBC ഇൻക്ലൂഷൻ ബോഡിയാണ്. ഹെയ്ൻസ് ബോഡി, അഗൈൻ ഇറ്റ് ഇസ് എ RBC ഇൻക്ലൂഷൻ ബോഡിയാണ്. ഇത് സുപ്രാവൈറ്റൽ സ്റ്റെയിനിലാണ് ഇത് കൂടുതലും കാണാൻ പറ്റുന്നത്. ഹീമോഗ്ലോബിൻ ആണ് ഇൻക്ലൂഷൻ ബോഡി. ഇതിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. സോ ഹെയ്ൻസ് ബോഡി സ്പെസിഫിക് ആയിട്ട് കാണുന്നത് G6PD ഡെഫിഷ്യൻസിയിലാണ്. പാപ്പൻഹീമ ബോഡീസ്, അഗെയിൻ അയണിന്റെ ഡെപ്പോസിറ്റ് ആണ് ഈ പാപ്പൻഹീമ ബോഡീസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. താലസീമിയയുടെ കേസിൽ, സിഡറോബ്ലാസ്റ്റിക് അനീമിയ, ഹീമോളൈറ്റിക് അനീമിയയിലൊക്കെ നമുക്ക് പാപ്പൻഹീമ ബോഡീസ് RBCയിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് ഹീമോഗ്ലോബിൻ H ഇൻക്ലൂഷൻ. അഗെയിൻ അതൊരു ഹീമോഗ്ലോബിൻസിന്റെ ഇൻക്ലൂഷൻ ആണ്. ഹീമോഗ്ലോബിന്റെ അബ്നോർമൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിരിക്കുന്നതാണ്. ഹീമോഗ്ലോബിൻ H ഡിസീസിൽ കാണാം. ബേസോഫിലിക് സ്റ്റിപ്ലിങ്സ് കൂടുതലും താലസീമിയയുടെ കേസിൽ കാണുന്നതാണ്. ബേസോഫിലിക് സ്റ്റിപ്ലിങ്സ് എന്ന് പറയുന്നത് റൈബോസോംസ് ആണ് അബ്നോർമൽ സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് ന്യൂട്രോഫിൽസിന്റെ ഇൻക്ലൂഷൻ ബോഡി. ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ, ഇതാണ് നോർമൽ ന്യൂട്രോഫിൽ. സെഗ്മെന്റ്സ് ഉണ്ട് ന്യൂട്രോഫിലിന്. നോർമൽ ന്യൂട്രോഫിൽ ഇത്. ഈ ഒരു ഫോമാണ് ബാൻഡ് ഫോം എന്ന് പറയുന്നത്. And this is called the hypersegmented neutrophil. പിന്നെ വരുന്ന ന്യൂട്രോഫിലിന്റെ ഇൻക്ലൂഷൻ ബോഡീസ് ആണ് ടോക്സിക് ഗ്രാനുലേഷൻ. ഇതിലെ ഗ്രാന്യൂൾസ് ഫോം ചെയ്തിട്ടുണ്ടാവും ന്യൂട്രോഫിൽ സെൽസിന്റെ ഉള്ളിൽ. പിന്നെ ഓൾഡർ റെയ്ലി, മ്യൂക്കോപോളിസാക്കറൈഡോസിസിൽ കാണുന്ന പെർട്ടിക്കുലർ ഇൻക്ലൂഷൻ ആണ് ഓൾഡർ റെയ്ലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡോൾ ബോഡീസ്. ഡോൾ ബോഡീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കേസസിലൊക്കെ ന്യൂട്രോഫിൽസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ റൗണ്ട് ഷേപ്പിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസിനെയാണ് ഡോൾ ബോഡീസ് എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ പേഷ്യന്റ് വിത്ത് ബേൺ, ട്രോമ, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ സ്ട്രെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഇൻക്ലൂഷൻ ബോഡീസ് നമ്മുടെ ബ്ലഡ് സ്മിയറിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ ബോഡി? അപ്പോ ഹെയ്ൻസ് ബോഡി അല്ല, അതൊരു RBC ഇൻക്ലൂഷൻ ബോഡിയാണ് നമ്മൾ കണ്ടു. പാപ്പൻഹീമർ ബോഡി, അഗൈൻ ഇറ്റ്സ് നോട്ട് എ ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ ബോഡി. കാർബോഡ്രിങ്ങും ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ ബോഡി അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബാക്കിയുള്ളതാണ് ഡോൾസ് ബോഡി. സോ ഡോൾസ് ബോഡിയാണ് ന്യൂട്രോഫിൽ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്. ഡോൾസ് ബോഡിയാണ്. സോ ആൻസർ ഇസ് C. ഓപ്ഷൻ C ആണ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് today's section, the percentage of formaldehyde in concentrated formalin.
നമ്മൾ ഹിസ്റ്റോപത്തോളജിയിൽ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോർമാലിൻ. നമ്മൾ ലാബിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത് 10% ഫോർമാലിൻ ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് ഫോർമാലിനിൽ എത്ര പെർസെൻറ്റേജ് ഫോർമാൽഡിഹൈഡ് ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് 40% ആണ്. 40% ഫോർമാൽഡിഹൈഡിൽ നിന്നാണ് നമ്മൾ 10% ഫോർമാലിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ കോൺസെൻട്രേറ്റഡ് ഫോർമാലിനിൽ 40% ആണ് ഉള്ളത്.